നമസ്കാരം, നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് കൂട്ടുപാത കോഴിക്കാട്ടിരി പാലത്തിന് സമീപം സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് ചെരിഞ്ഞ അപകടം. റോഡരികിലെ പാടത്തേക്ക് വാഹനം മറിയാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ആറങ്ങോട്ടുകര പട്ടാമ്പി റോഡിൽ സർവീസ് നടത്തുന്ന ന്യൂ സ്റ്റാർ സ്വകാര്യ ബസ്സാണ് ബുധനാഴ്ച കാലത്ത് 7:45 അപകടത്തിൽപ്പെട്ടത്. ആറങ്ങോട്ടുകരയിൽ നിന്ന് നിറയെ യാത്രക്കാരുമായി പട്ടാമ്പിയിലേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം. എതിരെ വരികയായിരുന്ന പിക്കപ്പ് ലോറി റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തെ മറികടക്കുന്നതിനിടെ എതിരെ വരികയായിരുന്ന ബസ്സിനെ കണ്ട് പെട്ടെന്ന് ബ്രേക്കിട്ട് നിർത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇതോടെ റോഡിൽ തെന്നിമാറിയ പിക്കപ്പ് ലോറിയുടെ പുറകിൽ സ്വകാര്യ ബസ് ഇടിക്കുകയും നിയന്ത്രണം നഷ്ടമായി പാടത്തിനരികിലേക്ക് ചരിയുകയുമായിരുന്നു. വാഹനം പാടത്തേക്ക് മറിയാതെ ഒരു വശം ചരിഞ്ഞ് നിന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ബസിൻ്റെ റോഡരികിലേക്ക് ചരിഞ്ഞ ഭാഗത്തെ ടയർ പൂർണ്ണമായും മണ്ണിനടിയിലായി. അപകടത്തിൽ ബസ് യാത്രക്കാരെല്ലാം പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. തുടർന്ന് കൂറ്റനാട് നിന്ന് ക്രെയിൻ എത്തിച്ച ശേഷമാണ് ബസ് ഉയർത്തി റോഡിലേക്ക് മാറ്റിയത്. പട്ടാമ്പി പള്ളിപ്പുറം റോഡിലെ നിള ആശുപത്രിക്ക് സമീപം ഓട്ടോറിക്ഷ സ്കൂട്ടറിലിടിച്ച് അപകടം. മുതുതല പെരുമുടിയൂർ സ്വദേശി ഉമ്മറിന് പരിക്കുപറ്റി. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻ മന്ത്രി MP രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃത്താല ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ പ്രമോദ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് PM ശശികുമാർ, SMC ചെയർമാൻ M മണികണ്ഠൻ, മുൻ PTA പ്രസിഡന്റ് ഉമാശങ്കർ PV, പ്രദീപ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ PB ഷെൽജ സ്വാഗതവും HM ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തമിഴ് ചലച്ചിത്ര ലോകത്തെ വിപ്ലവകരമായ മാറ്റങ്ങളിലേക്ക് നയിച്ച ഇതിഹാസ സംവിധായകൻ P ഭാരതിരാജ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ചെന്നൈയിൽ വസതിയിൽ വെച്ചാണ് അന്തരിച്ചത്. 85 വയസ്സായിരുന്നു. സിനിമയെ സ്റ്റുഡിയോ സെറ്റുകളിൽ നിന്നും ഗ്രാമീണതയുടെ യഥാർത്ഥ ഭംഗിയിലേക്കും പച്ചയായ മനുഷ്യരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ദീർഘദർശിയായ കലാകാരനായിരുന്നു അദ്ദേഹം. 6 തവണ ദേശീയ പുരസ്കാരവും 2004 രാജ്യത്തിന്റെ പത്മശ്രീ ബഹുമതിയും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. സംവിധായകൻ എന്നതിനു പുറമെ മികച്ച തിരക്കഥാകൃത്തായും നിർമ്മാതാവായും നടനായും അദ്ദേഹം സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടി. തമിഴ് സിനിമയ്ക്ക് മാത്രമല്ല, ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന് തന്നെ നികത്താനാകാത്ത ഒരു വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാട്. പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണത്തിലെ അഴിമതി ആരോപണത്തെ പുച്ഛിച്ചു തള്ളി മുഹമ്മദ് മുഹ്സിൻ MLA. മടിയിൽ കനമില്ലാത്തവന് എന്ത് പേടിയെന്നും ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും MLA പ്രതികരിച്ചു. ഇവരുടെ BJPയോട് ചായ്വുള്ള പല ഉദ്യോഗസ്ഥരുമാണ് ഈ പറഞ്ഞ സർക്കാരിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്നത്. ഇവര് കൊടുത്തിട്ട് അപേക്ഷ കൊടുത്തിട്ട് അത് ആരാച്ച കണ്ടെത്തിയിട്ട് നടപടി സ്വീകരിക്കട്ടെ. നമുക്കിപ്പോ എന്താ പ്രശ്നം? മഞ്ഞളുങ്ങൽ പാലത്തിന്റെ അശാസ്ത്രീയതയായിരുന്നു മറ്റൊരു ആരോപണം. അതെന്താ അശാസ്ത്രീയത? അശാസ്ത്രീയത ഉണ്ടെന്നാണ് അവർ 2.5 മാസമായിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ വരാത്തതിന്റെ ഡിലേ വന്നിട്ടുണ്ട്. അത് കർശനമായിട്ട് മഴക്ക് മുമ്പേ ചെയ്യേണ്ടതാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇല്ലെങ്കിൽ മലയാളികളെ വെച്ചിട്ടെങ്കിലും കരാറുകാർ ചെയ്യേണ്ടതായിരുന്നു. അത് നമ്മൾ ശക്തമായിട്ട് പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇല്ലാത്തതിന്റെ പ്രശ്നം ഉണ്ടായിട്ട് അതിന്റെ ദൈനംദിന കാര്യത്തിൽ എഞ്ചിനീയർമാരും ബാക്കിയുള്ളവരും ഇടപെടുന്നു. MLA എന്ന നിലക്ക് ഫണ്ട് അനുവദിക്കുകയും സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ബാക്കിയുള്ള കാര്യത്തിൽ ഞാനതിനെ ഏറ്റെടുക്കുന്നത്. മടിയിൽ കനമല്ല. ഇതുമായി ബന്ധപ്പെട്ട് 1 രൂപ ഇതിലല്ല എവിടെയില്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലം എനിക്ക് പറയാനുള്ളത് അതാണ്. അപ്പം അതുകൊണ്ട് ആർക്ക് എവിടെ എന്ത് സംശയം ഉണ്ടെങ്കിലും കൃത്യമായ തെളിവോടുകൂടി അവർ അത് മുന്നോട്ട് പോകണം. അത് മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയുണ്ട്, വിജിലൻസ് ഉണ്ട്, അതൊക്കെ തെളിയിക്കണം. ഇതിന് മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അതിൽ പെടുന്നില്ല. പിന്നെ ഇവർക്കൊരു പ്രശ്നമുണ്ട്. ഇവരിപ്പോൾ പറഞ്ഞില്ലേ കയ്യേറ്റം നമ്മൾ എന്തോ ഇതാക്കിയത്. കയ്യേറ്റം കോടതി പോയതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് വളരെ വളരെ ശക്തമായിട്ടാണ് നമ്മൾ പോയത്. ഇപ്പം ഗവൺമെൻറ് UDF ശക്തമായിട്ട് ഇനിയും കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് തുടരണം. അത് ഡിലേ ആവാൻ പാടില്ല. എന്നിട്ട് ടൗണ് കൂടുതൽ വിപുലമായി വലുതായിട്ടാണ് വേണ്ടത്. കയ്യേറ്റം ഒഴിപ്പിക്കാതെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ റോഡ് പോലെ നിൽക്കുമായിരുന്നു. അതല്ലല്ലോ വേണ്ടത്. ഇപ്പോൾ പഴയ റോഡ് പോലെ അല്ലല്ലോ, വീതി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരമാവധി സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
പിന്നെ അഴിമതി ആരോപണം പറയുന്നവരുണ്ടെങ്കിൽ എനിക്കതിൽ പങ്കില്ല. അപ്പം അതുകൊണ്ട് എനിക്കൊരു ടെൻഷനും ഇല്ല. അവർ സ്വാഭാവികമായിട്ടും അത് മുന്നോട്ട് പോകണം, കണ്ടെത്തണം. ഇവരാരെങ്കിലും മാസപ്പടി വാങ്ങുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരായിട്ട് ഈ ആരോപണം പറയുന്ന രാഷ്ട്രീയക്കാർ അവർ വെറുതെ പത്രസമ്മേളനം വിളിക്കാം, പിറ്റേ ദിവസം കരാറ് എടുത്ത് പോയിട്ട് എന്തെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി അവരുടെ ആൾക്കാർ തെളിയിക്കണം. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന്റെ തിരശ്ശീല ഉയരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കാൽപന്ത് മാമാങ്കത്തെ വരവേൽക്കാൻ ഒരുങ്ങി തൃത്താലയും. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഫ്ലെക്സ് ബോർഡുകളും ഇഷ്ട ടീമുകളുടെ പതാകകളും പാറിപ്പറക്കുകയാണിപ്പോൾ. ലോകമിനി കാൽപന്തിന്റെ മാന്ത്രിക വട്ടത്തിലേക്ക് ചുരുങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തൃത്താലയും സമ്പൂർണ്ണമായി ഫുട്ബോൾ ലഹരിയിലേക്ക് അമർന്നു കഴിഞ്ഞു. 4 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് 2026 ഫിഫ ലോകകപ്പിന് നാളെ പന്തുരുളുമ്പോൾ നാടെങ്ങും സമാനതകളില്ലാത്ത ആവേശമാണ് അലയടിക്കുക. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ തൃത്താലയുടെ ഓരോ മുക്കിലും മൂലയിലും പ്രിയപ്പെട്ട ടീമുകളുടെയും താരങ്ങളുടെയും വമ്പൻ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു. വെറുമൊരു കളി എന്നതിലുപരി അക്ഷരാർത്ഥത്തിൽ ഒരു ഫ്ലെക്സ് യുദ്ധം തന്നെയാണ് ഇപ്പോൾ തൃത്താലയിലെ തെരുവുകളിൽ ദൃശ്യമാകുന്നത്. യുവാക്കൾ തങ്ങളുടെ ആവേശവും വെല്ലുവിളികളും വരും ദിനങ്ങളിലെ പ്രതീക്ഷകളുമെല്ലാം പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ഫ്ലെക്സ് ബോർഡുകളിലൂടെയാണ്. പല വലുപ്പത്തിലും രൂപങ്ങളിലുമുള്ള ബോർഡുകൾക്ക് പുറമെ പ്രിയപ്പെട്ട ടീമുകളുടെ പതാകകളും തൃത്താലയിലെമ്പാടും പാറിപ്പറക്കുന്നുണ്ട്. ബ്രസീലിൻ്റെ മനോഹരമായ സാമ്പാ താളവും അർജന്റീനയുടെ വിട്ടുകൊടുക്കാത്ത ആവേശവും ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷകളും നിലവിലെ കരുത്തരായ ഫ്രാൻസിൻ്റെ ആത്മവിശ്വാസവും സ്പെയിനിൻ്റെ ടിക്കി ടാക്ക സൗന്ദര്യവും ജർമ്മനിയുടെ കൃത്യതയുമെല്ലാം തൃത്താലയിൽ ഉയർന്ന ഓരോ ഫ്ലെക്സ് ബോർഡുകളിലും കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും അതിർവരമ്പുകൾ മായ്ച്ചു കളയുന്ന ആഗോള മാമാങ്കത്തെ വരവേൽക്കാൻ തൃത്താല പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. നാളെ മൈതാനത്ത് കളിയാരവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ തൃത്താലയിലെ ആരാധകർ സോഷ്യൽ മീഡിയയിലും തെരുവുകളിലും കളിയാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിലും ഈ ആവേശം ഇരട്ടിയാകുമെന്നുറപ്പാണ്. ഇനി 1 മാസം നാടും നഗരവും ഉറങ്ങില്ല. ലോകത്തോടൊപ്പം തൃത്താലയും ഇനി ഫുട്ബോൾ ലഹരിയിലേക്ക്. വരവൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്തുള്ള അറവു മാംസ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF രംഗത്തെത്തി. പ്ലാന്റിന് അനുമതി നൽകിയ LDF പഞ്ചായത്ത് ഭരണസമിതിയും സ്ഥലം MLAയും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഭരണം മാറിയപ്പോൾ അദ്ദേഹം അവിടെ വന്നു. അവിടുത്തെ കുറച്ച് സഖാക്കളെ വിളിച്ചിരുത്തി അവിടെ ഈ പ്ലാനിനെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ അവർക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് എന്നാണ് MLA പറയുന്നത്. കഴിഞ്ഞ 3 വർഷം ആയിട്ട് ഈ പ്ലാനിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ MLAക്ക് പരാതി നൽകിയിട്ടും ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കാനോ ഒരു ഉപക്ഷേപം ഉന്നയിക്കാനോ ഈ കാര്യത്തെക്കുറിച്ച് ജനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് പറ്റാത്തൊരു MLA പിണറായി വിജയനെ പേടിച്ചിട്ടാണോ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാനില്ല. ഇപ്പൊ VD സതീശൻ വന്നപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റും. അതുകൊണ്ട് VD സതീശൻ്റെ അടുത്ത് അദ്ദേഹം ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2021 കഴിഞ്ഞ LDF പഞ്ചായത്ത് ഭരണസമിതിയാണ് ജനങ്ങളുടെ പ്രതിഷേധത്തെയും പ്രതിപക്ഷ മെമ്പർമാരുടെ എതിർപ്പിനെയും അവഗണിച്ച് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റിന് അനുമതി നൽകിയത്. ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുകയാണ്. പ്ലാന്റ് പ്രവർത്തിക്കുമ്പോൾ അസഹനീയമായ ദുർഗന്ധമുയരുകയും ശ്വാസതടസ്സം, ചൊറിച്ചിൽ, ഛർദി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നതായും പ്രദേശവാസികൾ പറയുന്നു. പരാതികൾ നൽകിയിട്ടും പ്രതിഷേധ സമരങ്ങൾ നടത്തിയിട്ടും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകളും പ്ലാന്റ് ഉടമയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. സ്ഥലം MLAയായ UR പ്രദീപ് സ്ഥലം സന്ദർശിക്കുവാനോ പ്ലാന്റിനെതിരെ പ്രതികരിക്കുവാനോ നിയമസഭയിൽ വിഷയം ഉന്നയിക്കുവാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഭരണം മാറിയപ്പോൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി എന്ന MLA മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയത് രാഷ്ട്രീയമായി ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. UDF നേതൃത്വം ആരോഗ്യമന്ത്രി K മുരളീധരനെ നേരിൽ കണ്ട് നിവേദനം നൽകിയിട്ടുണ്ടെന്നും അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും നേതാക്കൾ പറഞ്ഞു. ജനങ്ങൾക്ക് ദുരിതമായി മാറിയ അറവുമാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നും തുടർ നടപടികളുടെ ഭാഗമായി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകുമെന്നും UDF നേതാക്കൾ അറിയിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ UDF വരവൂർ മണ്ഡലം ചെയർമാൻ M വീരചന്ദ്രൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫ, പഞ്ചായത്ത് മെമ്പർമാരായ PV ബാപ്പുട്ടി, B വാത്തുക്കുട്ടി, സെറീന, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് TM അയ്യൂബ്, PS രാജൻ, ബഷീർ പാറപ്പുറം എന്നിവർ പങ്കെടുത്തു. പത്രദൃശ്യ ഓൺലൈൻ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ KMPU തൃത്താല മേഖല
കൂറ്റനാട് പ്രസ് ക്ലബ്, കേരള പ്രകൃതി സംരക്ഷണ സംഘം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പരിസ്ഥിതി വാരാചരണം സംഘടിപ്പിച്ചു. കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ ചൊവ്വാഴ്ച രാവിലെ നടന്ന പരിപാടി മുതിർന്ന മാധ്യമപ്രവർത്തകനും KMPU മേഖലാ പ്രസിഡന്റുമായ TVM അലി ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് C. മൂസ പെരിങ്ങോട് അധ്യക്ഷത വഹിച്ചു. KMPU പാലക്കാട് ജില്ലാ ട്രഷററും കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി പരിസ്ഥിതി ബോധവൽക്കരണ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി N. തോമസ് വൃക്ഷത്തൈ വിതരണവും പരിസ്ഥിതി ക്വിസ് മത്സരവും നടത്തി. മത്സര വിജയികളായ TVM അലി, C. മൂസ എന്നിവർക്ക് മെഡലുകൾ സമ്മാനിച്ചു. ചടങ്ങിൽ KMPU ജില്ലാ സെക്രട്ടറി KG സണ്ണി, പട്ടാമ്പി മേഖലാ പ്രസിഡന്റ് SM അൻവർ, മേഖലാ രക്ഷാധികാരി ഉമാശങ്കർ എഴുമങ്ങാട്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇസ്മായിൽ പെരുമണ്ണൂർ, സവിനയ് എന്നിവർ സംസാരിച്ചു. KMPU ജില്ലാ ട്രഷറർ പ്രദീപ് ചെറുവാശ്ശേരി സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം AC ഗീവർ ചാലിശ്ശേരി നന്ദിയും പറഞ്ഞു. മഴയും കാറ്റും മരങ്ങളും ചേർന്നാണ് ഭൂമിയുടെ ഹൃദയമിടിപ്പ്. ആ ഹൃദയമിടിപ്പ് നിലനിർത്താൻ ഓരോരുത്തരും ഒരു തൈയുടെ കാവൽക്കാരാകണമെന്ന ഓർമ്മപ്പെടുത്തലായി പരിസ്ഥിതി വാരാചരണം മാറി. പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് ക്ലബിന്റെ പ്രവർത്തനം ആരംഭിച്ചു. മുൻ SRGയും പ്രധാന അധ്യാപകനുമായിരുന്ന ഡോക്ടർ ജയരാജൻ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബായ ഹാംലെറ്റിന്റെ ഉദ്ഘാടനം മുൻ SRGയും തൃക്കല്ലൂർ GMLP സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനുമായ ഡോക്ടർ ജയരാജൻ മാസ്റ്റർ നിർവഹിച്ചു. The farmer want a wife. He above the cherry, oh, the farmer had a wife. Wife want a child. The wife want a child. He above the cherry, oh, the wife had a child. The child want the nurse. The child want the nurse. He above the cherry, oh, the child had a nurse. The nurse want a cat. The nurse want a cat. He above the cherry, oh, the nurse had a cat. The cat want a dog. The cat want a dog. He above the cherry, oh, the cat had a dog. The cat mewed meow. The cat mewed meow. കുട്ടികളിലെ സർഗാത്മകമായ കഴിവുകളെ കണ്ടെത്തുന്നതിനും ഇംഗ്ലീഷ് ഭാഷയെ വളരെ ലളിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങൾ പങ്കുവച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ KC ഷാജിമുൻ, മാനേജ്മെന്റ് പ്രതിനിധി VA കൃഷ്ണൻ മാസ്റ്റർ, UM ഹരി മാസ്റ്റർ, ക്ലബ് കൺവീനർ K സിത്താര, മറ്റു അധ്യാപകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ 2025-26 അധ്യയന വർഷത്തിൽ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും ആദരിക്കുന്ന ആദരം 2026 സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10-ന് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തൃത്താല MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാഹിന അക്ബർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KP പ്രജീഷ്, SGGP ദിവ്യ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബാവ മാളിയേക്കൽ, M രജിഷ, ഒറ്റപ്പാലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സിജു തോമസ്, തൃത്താല AEO K പ്രസാദ്, ബ്ലോക്ക് സെക്രട്ടറി KK ചന്ദ്രദാസ്, NC അജേഷ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ വിജയികളായവരെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ഇനി നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നടത്തുന്ന ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള വഴി കാട്ടട്ടെ എന്ന് പ്രത്യേകമായി തന്നെ ആശംസിക്കുകയാണ്. നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചില +2 ഹ്യൂമാനിറ്റീസിന് 1200 മാർക്കും വാങ്ങിയ SSF കൊപ്പം ഡിവിഷൻ സാഹിത്യോത്സവം ഈ മാസം 12, 13 തീയതികളിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SSF കൊപ്പം ഡിവിഷൻ സാഹിത്യോത്സവം ജൂൺ 13, 14 തീയതികളിൽ വിളയൂർ ഓടുപാറയിൽ വെച്ചാണ് നടക്കുന്നത്.
കൊപ്പം, തിരിയകപ്പുറ, കൈപ്പുറം, കുൽക്കല്ലൂർ, വിളിയൂർ, കുരാച്ചിപ്പടി എന്നീ 6 സെക്ടറുകളിൽ നിന്നുമായി 700ഓളം പ്രതിഭകൾ 2 ദിവസത്തെ കലാപരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 12-ന് വൈകിട്ട് 7 മണിക്ക് പരിപാടികൾ ആരംഭിക്കും. ഉസ്മാൻ മിസ്ബാഹി വിളത്തൂർ അനുസ്മരണവും ആത്മീയ സമ്മേളനവും വൈകുന്നേരം 7 മണിക്ക് നടക്കും. കേരള മുസ്ലിം ജമാഅത്തെ കൊപ്പം സോൺ പ്രസിഡന്റ് കുഞ്ഞാപ്പു ഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. CK റഷീദ് ബുഖാരി പ്രഭാഷണം നടത്തും. മറ്റു വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കും. 13-ന് ശനിയാഴ്ച സാഹിത്യോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മോസിൻ MLA നിർവഹിക്കും. മൻസൂർ സക്കാഫി കൈപ്പുറം അധ്യക്ഷത വഹിക്കും. മറ്റു വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കും. മന്തി ചലഞ്ച്, ആത്മീയ സമ്മേളനം, മെഗാ മെഡിക്കൽ ക്യാമ്പ്, അനുസ്മരണ സമ്മേളനം, തീം ടോക്ക്, ഹെറിറ്റേജ് വാക്ക്, സിയാറത്ത് ഉൾപ്പെടെ വിവിധ പരിപാടികളും ഡിവിഷൻ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 33ാമത്തെ എഡിഷൻ സാഹിത്യോത്സവ് നടക്കാൻ പോവുകയാണ്. വിളയൂർ ഓടുപാറയിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. നമ്മുടെ ഈ കൊപ്പം ഡിവിഷനിലെ 6 സെക്ടറുകളിൽ നിന്നായിട്ട് 700ഓളം വിദ്യാർത്ഥികളാണ് ഈ പരിപാടിയിൽ മാറ്റിവെക്കുന്നത്. അവരുടെ കലാവാസനകളെ പുറത്തെടുക്കുന്ന വലിയൊരു മാമാങ്കം യൂണിറ്റ് തലങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സെക്ടറിൽ നിന്നും വിജയിച്ച കുട്ടികളാണ് ഈ ഡിവിഷൻ പരിപാടികളിൽ മത്സരത്തിൽ മാറ്റിവെക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഒരു 11-ാം തീയതി വ്യാഴാഴ്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കാൻ പോവുകയാണ്. പല്ലുമായി ബന്ധപ്പെട്ട് ചെവി, അതുപോലെ തന്നെ വലിയ കണ്ണ് പരിശോധന, അങ്ങനെ 3 കേരളത്തിൽ അറിയപ്പെട്ട ടീമിനെയാണ് ഞങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വലിയ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു ആത്മീയ സമ്മേളനം, ഇത്രയും പരിപാടികളാണ് നടക്കുന്നത്. സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച വിളിയൂർ ഓടുപാറയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടക്കുന്നുണ്ട്. രാവിലെ വിളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സ്വാസംഘം ഭാരവാഹികളായ K മൊയ്തീൻകുട്ടി അൽ ഹസനി, PP ആബിദ് സക്കാഫി, V ഷാഫി വിളിയൂർ, ഡിവിഷൻ ജനറൽ സെക്രട്ടറി CP അൻവർ അലി ഹാഫിലി, അബ്ദുള്ള ബുഖാരി ചെമ്പ്ര എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഇതോടെ നീളോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.